ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീന്റെ മുമ്പിൽ അവര് പറയും പോലെ അഭിനയിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ പറയുന്നത് അവരും കേക്കണ്ടേ? അമ്മയുടെ ഓപ്പറേഷന് എത്ര തുക വേണേലും സിത്താര മേഡം തന്നോളാന്നല്ലേ പറഞ്ഞേക്കുന്നേ? നീ ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കേ. കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടേ പെട്ടെന്ന് പോവാൻ നോക്ക്. ഞാൻ പൊക്കോളാം. നിക്ക്. എന്താ കാര്യം? എന്തിനാ എല്ലാരും കൂടി ഇവരെങ്ങനെ ചോദ്യം ചെയ്യുന്നേ? ഓഹോ, പുറത്തുനിന്ന് വരുന്ന ഒരാളുടെ കാര്യം ചോദിക്കാൻ പോലുള്ള അവകാശം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടോ? നിർമ്മലേ, ആരെങ്കിലും ഒരാള് വീട് തേടി വന്നാല് അവരോട് കാണിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. ഓ, സുമിത്രേ, അവരെ അകത്തേക്ക് വിളിക്കേ. വരൂ വരൂ. അവര് പറയുന്ന ഒന്നും കാര്യാക്കണ്ട, കേറി വരൂ. ഇരിക്കൂ. ഇരിക്കൂ. എന്നിട്ട് വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയൂ. അത് ഇപ്പൊ ഇവിടേക്ക് വന്ന ചെറുപ്പക്കാരനില്ലേ, കണ്ടപ്പോ എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പോലെ തോന്നി. ആ സംശയത്തില് ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. സ്വന്തം മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കണ്ടാ നിങ്ങക്ക് അറിയില്ലേ? അല്ല, ഇങ്ങോട്ട് കല്യാണം കഴിച്ച് അയക്കാൻ മാത്രം ഏതാ ആ കേമത്തിയായ മോള്? ഇവരുടെ നിപ്പും ഭാവം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ കുഴപ്പക്കാരിയാണെന്ന്. ഇപ്പൊ ബോധ്യായല്ലോ എല്ലാവർക്കും. അമ്മേ, ഇത്തരക്കാരെ സൂക്ഷിക്കണം. ഗതികേട് പറഞ്ഞു വരുന്ന ഈ കൂട്ടര് രാത്രിയാവുമ്പോ കക്കാനിറങ്ങും. എന്തായാലും വേണ്ട മുന്നറിയിപ്പുകളൊക്കെ നിങ്ങൾ തന്നല്ലോ. ഇനി 3 പേരും അകത്തേക്ക് ചെല്ല്. ചെല്ലാൻ. വലിഞ്ഞേറി വന്നവർക്കൊക്കെ നല്ല സ്ഥാനമാണല്ലോ. കുടുംബത്തുള്ളവർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. മാടി മോളെ. അതെ, എന്താ നോക്കിക്കൊണ്ടിരിക്കുക? വാ. അവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട കേട്ടോ. പിന്നെ മോന്റെ കാര്യം പറഞ്ഞില്ലേ, അത് എന്റെ മോനാ, നവീൻ. നിങ്ങള് ചിന്തിക്കുന്ന ആള് അവനല്ല. ഞാൻ ഒരു വട്ടമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് പറ്റിപ്പോയതാ. നവീന്റെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുക, അടുത്തു തന്നെ ഉണ്ടാവും. പെൺകുട്ടി പെൺകുട്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ മോന്റെ ഭാര്യയാവാൻ പോകുന്ന കുട്ടി. നല്ല കുട്ടിയാ, നല്ല സ്വഭാവ. ഫോട്ടോ കണ്ടപ്പോ തന്നെ ആളെ വിലയിരുത്തി കളഞ്ഞല്ലോ. പറഞ്ഞത് സത്യം കേട്ടോ, നല്ല കുട്ടിയാ. അവൻ തന്നെ തിരഞ്ഞെടുത്തതാ. കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടായി. ഭാഗ്യം. അല്ല മോളെ, നിങ്ങൾ എവിടെയുള്ളതാ? മോളെന്താ ചെയ്യുന്നേ? അത് ഞങ്ങള് കുറച്ച് ദൂരെയുള്ളവരാ. മോക്കിവിടെ ചെറിയൊരു ജോലിയുണ്ട്, ഞാനവിടെ കാണാൻ വന്നതാ. അപ്പോഴാ നിങ്ങളുടെ മോനെ കണ്ട് ഇങ്ങോട്ട് കേറിയത്. അമ്മമാരുടെ മനസ്സല്ലേ, ഒന്ന് ചോദിച്ചറിയാന്ന് കരുതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങി. അയ്യോ, ഇരിക്കെ, ഞാൻ ചായ എടുക്കാം, കുടിച്ചിട്ട് പോയാ മതി. അയ്യോ വേണ്ട, ഇച്ചിരി തിരക്കുണ്ട്. മോന്റെ കല്യാണം നന്നായി നടക്കട്ടെ, മോനും മോളും സുഖമായിട്ട് ജീവിക്കട്ടെ. ഇറങ്ങട്ടെ. ഒരു പാവ സ്ത്രീ അല്ലേമ്മേ? എന്നാലും നവീനെ കണ്ടിട്ട്
അവർക്കെന്താ അങ്ങനെ തോന്നിയത്? കണ്ടാൽ അറിയാലോ അമ്മേ, അവരൊരു സാധുവാ. ഒരു തോന്നല് വന്നിട്ട് നമ്മളോടല്ലേ അവര് ചോദിച്ചുള്ളൂ. ഞാൻ ആരാണെന്ന് പറയാതിരുന്നത് നന്നായി. എല്ലാവരുടെയും മനസ്സറിയാൻ പറ്റിയല്ലോ. എന്റെ മോൾക്ക് ഭാഗ്യമുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. അവൾക്ക് കയറി വരാൻ ഇതിലും നല്ലൊരു കുടുംബം കിട്ടാനില്ല. ഗോപാലമാമനാ. ഹലോ ഗോപാലമാമ. മോളെ, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു കേട്ടോ. എന്താ പറഞ്ഞ? അമ്മേ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് മുമ്പ് ഏതാണ്ടൊക്കെ ചെക്കപ്പുകളുണ്ട്, അതൊക്കെ നടത്തണമെന്നാ പറഞ്ഞേ. ചെയ്യാന്ന് പറഞ്ഞോ? പിന്നെ ചെക്കപ്പ് നടത്തുകയാണെങ്കിലേ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. നമ്മളന്ന് അഡ്വാൻസ് കൊടുത്ത 2 ലക്ഷം രൂപയുണ്ടല്ലോ, പിന്നെ അതിന്റെ കൂടെ ഒരു 5 ലക്ഷം രൂപയുടെ പെട്ടെന്ന് തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഇതിപ്പോ പെട്ടെന്ന് എങ്ങനെയാ? അവരോടൊന്നും കയറി തർക്കിക്കാൻ പറ്റില്ല മോളെ. അവര് പറയും, നമ്മളത് കേൾക്കുക, അത്ര തന്നെ. എന്തായാലും ഞാൻ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാം. അവര് വിളിച്ചപ്പോ തന്നെ ഞാൻ മോളെ വിളിച്ച് കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് തീരുമാനം എടുത്തിട്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് പറയാം. ശരി മോളെ, ഓക്കെ. എന്താ? ഹോസ്പിറ്റലിൽ നിന്ന് ഗോപാലമാമയെ വിളിച്ചിരുന്നത്, അമ്മയെ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന്. എന്തിനാ വൈകിക്കുന്നേ? അതല്ല ചേച്ചി, അന്ന് അഡ്വാൻസ് കൊടുത്ത പണത്തിന്റെ കൂടെ 5 ലക്ഷം കൂടെ അവര് ചോദിച്ചിരിക്ക. ഇതിപ്പോ മൊത്തത്തില് കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയാ. കയ്യില് നിൽക്കാത്ത അവസ്ഥയൊന്നുമില്ല. പിണക്കം പറഞ്ഞു പോയെങ്കിലും നീ ഇവിടെ തിരിച്ചു വന്നല്ലോ. നവീന്റെ മുമ്പിൽ അവര് പറയും പോലെ അഭിനയിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ പറയുന്നത് അവരും കേക്കണ്ടേ? അമ്മയുടെ ഓപ്പറേഷന് എത്ര തുക വേണേലും സിത്താര മാഡം തന്നോളാന്നല്ലേ പറഞ്ഞേക്കുന്നേ. നീ ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കേ.